ഹായ് ഫ്രണ്ട്സ്, യുഎഇക്കാരെല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണല്ലേ ഇപ്പോൾ. ഡിസംബർ 2 ഇവിടുത്തെ 53ാമത് നാഷണൽ ഡേ ആണ്. നാഷണൽ ഡേയോടനുബന്ധിച്ചിട്ട് ഇവിടെ 4 days ലീവാണ്. അപ്പോൾ ഞങ്ങളും ഹോളിഡേ എൻജോയ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇന്നൊരു പാർക്കിൽ പോവുകയാണ്. പാർക്കിലേക്ക് വെറും കൈയോടെ പോകണ്ടെന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇത്തിരി സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി. ഞങ്ങളുടെ കൂടെ എൻ്റെ ബ്രദറിൻ്റെ വൈഫും മക്കളൊക്കെ ഉണ്ട്. അവർ കൂടിയിട്ടാണ് ഞങ്ങൾ പാർക്കിലോട്ട് പോയത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്നാക്സ് ചിക്കൻ പഫ്സും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കേക്കുമാണ്. റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. ഓറഞ്ച് കേക്ക് റെസിപ്പി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ മേലെ ഐ ബട്ടണിൽ കൊടുക്കാം. പഫ്സ് തയ്യാറാക്കാനായിട്ട് ഉച്ചക്കലത്തെ പണികളുടെ കൂടെ തന്നെ ചിക്കൻ്റെ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഫ്സൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ലഞ്ചിന് റെഡിയാക്കിയത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ ആ ലഞ്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പഫ്സ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ശനിയാഴ്ച തൊട്ടിട്ട് ചൊവ്വാഴ്ച വരെയാണ് ഇവിടെ ലീവ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം പോയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോരേണ്ടി വന്നു. അപ്പോൾ കുട്ടികളൊക്കെ നല്ല കരച്ചിലായിരുന്നു, അധികം നേരം കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ശനിയാഴ്ച പോകുന്ന നേരം ചിക്കൻ റോളും അതുപോലെ ഗീ കേക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങാമെന്നുള്ള പരിപാടിയിലായിരുന്നു ഞങ്ങൾ നിന്നത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായി. ഞങ്ങളിവിടെ നിന്ന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഞങ്ങളടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ നടന്നിട്ടാണ് പാർക്കിലോട്ട് പോയത്. അപ്പോൾ 2 ഷേപ്പിൽ ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലും പിന്നെ ട്രയാങ്കിൾ ഷേപ്പിലും ഞാൻ പപ്സ് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. പഫ്സൊക്കെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് എഗ് വാഷൊക്കെ ചെയ്തു. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്കൊരു 15 minutes ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. പഫ്സ് ബേക്ക് ചെയ്യാൻ വെച്ച നേരത്ത് ഞാൻ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഓറഞ്ച് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലായിട്ട് വേണ്ടിയിട്ടുള്ള മുട്ടയും പഞ്ചസാരയൊക്കെ ഒന്ന് ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഓറഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടവർ മേലെ ഐ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. ഇങ്ങനെ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അവിടെ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുക, ഫാമിലിയൊക്കെ ആയിട്ട് കൂടി ഇരുന്നിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു അത്. വീണ്ടും ഞാൻ പറയാണ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓറഞ്ച് കേക്ക് റെഡിയാക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ അതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ചിലർ ഇതിലോട്ട് ഓറഞ്ച് എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എസെൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ തിക്നെസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഒരു 3 tablespoon പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 to 35 minutes ആണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം. കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ ഇട്ട് വെച്ചു. ഈ സമയം നമ്മളെ പഫ്സൊക്കെ ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. പഫ്സ് ഞാൻ 2ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്, അല്ല അതിൽ കൊള്ളില്ല. അപ്പോൾ 2ആയിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് പഫ്സ് ഒരു സൈഡിലോട്ട് വെച്ചു. ഇതിൻ്റെ ഒപ്പം ചായ കൂടി റെഡിയാക്കിയിട്ട് കൊണ്ടുപോയിട്ട് അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് പാർക്കിലോട്ട് പോവാം. പല കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പാർക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 10-15 minute നടക്കാനുള്ള ദൂരമുള്ളൂ പാർക്കിലോട്ട്. അങ്ങനെ ഞാൻ കുട്ടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ നല്ല ത്രില്ലിലാണ് പാർക്കിൽ പോയിട്ട് കളിക്കുന്നതിൻ്റെ. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെ നടക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, തലേ ദിവസം രാത്രി കരഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും നല്ല ഹാപ്പിയാണ് വീണ്ടും പാർക്കിലോട്ട് പോകുന്നതിൻ്റെ. നടക്കുന്നതിനിടയിൽ UAE നാഷണൽ ഡേയുടെ ഒരു പരിപാടി നടക്കുന്നത് കണ്ടു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പാർക്കിലോട്ട് പോയത്. അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നാഷണൽ ഡേയോടനുബന്ധിച്ചിട്ട് നമ്മളുടെ റോഡുകളൊക്കെ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഞാനൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. പ്ലേമാറ്റ് എടുക്കാൻ പോയ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ബ്രദറിൻ്റെ വീട്ടിൽ പ്ലേമാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനുള്ള സ്റ്റോപ്പ് ചെയ്തപ്പോൾ പുറത്തുനിന്ന് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പാർക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെ കാണാം. കുട്ടികളൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടെല്ലാം നടന്നു. കാരണം അവർക്കിപ്പോൾ കയ്യോ കാലോ കഴക്കുന്നോ ഒന്നുമില്ല. അവർ ശരിക്കും ത്രില്ല് തന്നെയായിരുന്നു. നല്ല വെതറാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൈയൊക്കെ പിടിച്ചിട്ട് നല്ല കൂട്ടായിട്ടാണ് നടക്കുന്നത്. ആളെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് നാണായിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറിയതാണ്. പിന്നെ ആൾ സെറ്റായി. അവസാനം നടന്നിട്ട് പാർക്കിലൊക്കെ എത്തി. പാർക്കിൻ്റെ ഉള്ളിലോട്ട് കടന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പാർക്കിൽ. പാർക്കിലെത്തി ഞങ്ങളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് മാറ്റൊക്കെ ഇട്ടിട്ട് ഇരുന്നു. സ്നാക്സൊക്കെ സെറ്റ് ചെയ്യാണ്. സ്നാക്സും ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് കുട്ടികൾ കളിക്കാനായിട്ട് പാർക്കിലോട്ട് പോയത്. കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഡോണറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഡോണറ്റ് പുറത്തുനിന്ന് മേടിച്ചതാണ്. നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. ഒരു ചെറിയ കാറ്റും അതുപോലെ തന്നെ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ സമയം ഞങ്ങൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. സ്നാക്സും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ കളിക്കാനായിട്ട് പാർക്കിലോട്ട് പോയി. ചെറിയ ആളെ പിന്നെ കനേൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് സംസാരിച്ച് കുറേ നേരം. അവിടെ ഒരു വാക്കിംഗ് ട്രാക്ക് ഉണ്ട്. അപ്പോൾ അതിൽ കൂടി ഞങ്ങളിങ്ങനെ നടന്ന് 2 റൗണ്ട് അടിച്ചതിന് ശേഷം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടിരുന്നിട്ട് കുറേ നേരം സംസാരിച്ചു. ഈ സമയം കുട്ടികൾ നല്ല കളിയായിരുന്നു കേട്ടോ പാർക്കിൽ. ആ വ്ളോഗൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. അവർക്ക് മതിയാവോളം തന്നെ എൻജോയ് ചെയ്തിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അവർ മതിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പാർക്കിൽ നിന്ന് പോകുന്നത്. ഞാനും ബാബി നടക്കാൻ പോയ ടൈമിൽ ഇക്കടെ അടുത്ത് തന്നെയായിരുന്നു ചെറിയ ആൾ. ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പാർക്കിലെത്തിയത്. പാർക്കിലെത്തി ഞങ്ങൾ ഇറങ്ങുന്ന സമയം 9:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ഞങ്ങൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തു. നല്ലൊരു രസമുള്ള ഡേ തന്നെയായിരുന്നു. കുട്ടികളും ഞങ്ങളും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുട്ടികൾ കുറച്ച് നേരം അവിടെയും കളിച്ച്. ഈ വീക്കെൻഡ് എന്തായാലും കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടാ. 2 ഡേ അവർക്ക് പാർക്കിൽ പോകാൻ പറ്റി. ഒരു ഡേ ഫുള്ളായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും സെക്കൻഡ് ഡേ അവർക്ക് മതിമറന്നിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പം ഞങ്ങൾക്കും ഈ ഡേ ഔട്ട് ശരിക്കും ഒരു റിലാക്സേഷൻ തന്നെ ആയിരുന്നു. ഞങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാർക്കിലൊക്കെ പോയിട്ട് കുട്ടികൾക്കും നമുക്കും കിട്ടുന്ന ഒരു റിലാക്സേഷൻ ചെറുതൊന്നുമല്ല അല്ലേ? എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.